വചനം 25 വാക്കർത്ഥം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, വയസുദ്ദൂന, തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, വൽ മസ്ജിദിൽ ഹറാമി, പരിപാവനമായ പള്ളിയിൽ നിന്നും, അല്ലദീ, യാതൊരു പള്ളി, ജഅൽനാഹു, നാം അതിനെ ആക്കിയിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുന്നു, ലിന്നാസി, മനുഷ്യർക്ക് വേണ്ടി, സവാഅൻ, സമമായിക്കൊണ്ട്, അൽ ആക്കിഫു, താമസമുറപ്പിച്ചവൻ, സ്ഥിരവാസി, ഫീഹി, അതിൽ, വൽബാദി, വെളിപ്രദേശത്തുനിന്ന് വരുന്നവനും, വമയ്യുരിദ്, വല്ലവനും ഉദ്ദേശിക്കുന്നതായാൽ, ഫീഹി, അതിൽ, ബി ഇൽഹാദിൻ, ധർമ്മവിരോധത്തെ, മതവിരോധത്തെ, മതദ്രോഹത്തെ, ബിളുൽമിൻ, അന്യായമായി വല്ല അക്രമത്താലും, നുദിഖുഹു, അവനെ നാം ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കും, മിൻ അദാബിൻ, ശിക്ഷയിൽ നിന്ന്, അലീം, വേദനയേറിയ. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. നിശ്ചയമായും അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നാം മനുഷ്യർക്കായി താമസമുറപ്പിച്ചവരും വെളിപ്രദേശത്തു നിന്ന് വരുന്നവരും സമമായിക്കൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മസ്ജിദുൽ ഹറാമിൽ അഥവാ പവിത്രമായ പള്ളിയിൽ നിന്നും ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ അവർ കരുതിക്കൊള്ളട്ടെ. വല്ലവനും അതിൽ അന്യായമായി ധർമ്മവിരോധം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ്. 25 വചനത്തിൻ്റെ വിശദീകരണം. സ്വദേശ വിദേശ വ്യത്യാസമില്ലാതെ പൊതുവിൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിന് ആരാധനാകർമ്മങ്ങൾ നടത്തുവാനായി ഭൂമിയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട വിശുദ്ധ ദേവാലയമായ കഅബയും പരിസരവുമാണ് മസ്ജിദുൽ ഹറാം കൊണ്ട് ഉദ്ദേശ്യം. അലംഘ്യമായ അഥവാ പരിപാവനമായ പള്ളി എന്ന് ഈ വാക്കിന് അർത്ഥം പറയാം. ജനങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതും സത്യവിശ്വാസികൾ ഹജ്ജ്, ഉംറ മുതലായ കർമ്മങ്ങൾക്കായി ഹറമിൽ പ്രവേശിക്കുന്നതും കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ച് തടഞ്ഞു വന്നിരുന്ന മുശ്രിക്കുകൾക്ക് ഒരു താക്കീതാണിത്. ആ പുണ്യസ്ഥലത്തെ ക്രമവിരുദ്ധമായും ധർമ്മവിരുദ്ധമായും അനാദരിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാകുന്നു. ഈ താക്കീതിൻ്റെ ഗൗരവത്തിനുള്ള കാരണം താഴെ ആയത്തുകളിൽ നിന്ന് ഗ്രഹിക്കാം.